ഹലോ ഗായ്സ്, വെൽക്കം ടു ക്യൂട്ടി പംകിൻസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ പ്രൊഡക്റ്റുകളുടെയൊക്കെ റിവ്യൂ വീഡിയോ ആയിട്ടാണ്. ഐക്കിയയുടെ കുറച്ച് പ്രൊഡക്റ്റുകളാണ് ഞാൻ ഇന്ന് വാങ്ങിച്ചിട്ടുള്ളത്. നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് എസ്തെറ്റിക്കലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് വേണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സെർച്ച് ചെയ്ത് പോയപ്പോഴാണ് ഐക്കിയയിൽ ഈ പ്രൊഡക്റ്റുകളൊക്കെ കണ്ടത്. അപ്പോൾ എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ്, എന്തൊക്കെയാണ് അതിൻ്റെ റേറ്റ്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രൊഡക്റ്റ്, ആർട്ടിഫിഷ്യൽ പ്ലാന്റ് പോട്ട്. 3 എണ്ണമാണ്. ഇത് 3 എണ്ണം ഒരുമിച്ചാണ് നമുക്ക് കിട്ടുന്നത്, 3 ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് ഓർഡർ ചെയ്യാനുള്ള മെയിൻ റീസൺ നമ്മുടെ വീഡിയോ ആണ്. പ്ലെയിൻ ആയിട്ടൊരു ടേബിൾ ഇങ്ങനെ ഇടുക എന്നുള്ളതിന് പകരമായിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ട്, അതായത് ഞാൻ വൈറ്റ് ടേബിൾ ആയതുകൊണ്ടും പിന്നെ ഇത് ടൈനി, അത് ക്യൂട്ടായിട്ടുള്ളൊരു സംഭവം ആയതുകൊണ്ടും നല്ല രസമായിട്ട് അതോടെ ഇരിക്കും. നമ്മൾ ഈ മിസ്റ്റർ പെർഫെക്റ്റ് ടെക് അങ്ങനെയൊക്കെയുള്ള ഓരോ ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്കും വല്ല ഒറിജിനൽ ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അതൊക്കെ കണ്ടപ്പോൾ ഒരു മോഹം, ഒരു കൊതി, അങ്ങനെ വാങ്ങിച്ചതാണ് ഈ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ അത് എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയത് എൻ്റെ ഇൻസ്റ്റാ പേജിലാണ്. കാരണം എനിക്ക് ഇങ്ങനെ ടേബിൾ ഡെക്കോർ പോലുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ആരെങ്കിലും അത് കാണണം എന്ന ആഗ്രഹമുള്ളവരാണെങ്കിൽ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്, മീൻസ് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഐക്കിയയുടെ പ്രൊഡക്റ്റ് കേരളത്തിലേക്ക് ഡെലിവർ ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് അത് എൻ്റെ കയ്യിലേക്ക് അത് എത്തിച്ചു തന്നത് ഈസി റെസിപ്പീസ് ബൈ സഹല എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അയാൾ ഇതിനൊരു ഡീറ്റെയിൽ വീഡിയോ അയാളുടെ ചാനലിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണണം എന്നാഗ്രഹമുള്ളവർ അതൊന്ന് കാണാം. അപ്പോൾ അയാൾ ഭയങ്കര ഒരു നന്ദി ഞാൻ പറയുകയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അയ്യോ ഇത് ഇങ്ങോട്ടേക്ക് ഇല്ലല്ലോ എന്നുള്ളൊരു ഇത്. അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ലൊരു എന്താ പറയുക, അത്രയും ഹെൽപ്ഫുള്ളായി ശരിക്കും പറഞ്ഞാൽ. താങ്ക് യു സാല. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രൊഡക്റ്റിലേക്ക് പോകാം കേട്ടോ. ഓക്കെ, അടുത്തൊരു പ്രൊഡക്റ്റ് ഇതാണ്. ചെറുതായിട്ട് പൊടിയൊക്കെ ഉണ്ടാവും, കാരണം യൂസ് ചെയ്യാൻ ഓർത്തുനിന്ന് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ എന്താ പറയുക, ഒരു പ്രത്യേക ഒരു കളറൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ വീടിന്, നമ്മുടെ വോളിന് നല്ലൊരു കളറാണ്, വൈറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു ലുക്ക് തരുന്ന ഒരു ക്ലോക്കാണ് ഇത്. ഇതിൻ്റെയൊക്കെ പ്രൈസ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഓർഡർ ചെയ്യാം. കണ്ടോ, ചെറിയൊരു ഇതാണ്. പിന്നെ ഇവിടെയൊന്നും കയറൊന്നും പിടിക്കരുത്, ഞാൻ അറിയാണ്ടൊക്കെ പിടിച്ചതാണ്. അങ്ങനെ പിടിച്ച് അത് കംപ്ലൈൻ്റ് ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇങ്ങനൊരു ചെറിയൊരു അധികം വെയിറ്റ് ഒന്നുമില്ല, ലൈറ്റ് ആയിട്ടുള്ളൊരു സാധനം. ഓക്കെ, അപ്പോൾ അടുത്ത പ്രൊഡക്റ്റാണ് ഒരു ഫ്ലാസ്ക്. ഇതിൻ്റെ കളറ് നല്ലൊരു കളറാണ്, അതിൻ്റെ പേരിൽ മാത്രമായിട്ട് വാങ്ങിച്ചതാണ്. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഫ്ലാസ്കിൻ്റെ ഉപയോഗമില്ല. അപ്പോൾ ചായ ഉണ്ടാക്കുക, അപ്പോൾ കുടിക്കുക, അങ്ങനെയുള്ളൊരു ടീംസാണ്. അല്ലാണ്ട് ഈ സ്റ്റോർ ചെയ്ത് വെക്കാമൊന്നുമില്ല. എങ്ങനെ ചൂടുവെള്ളമൊക്കെ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. നോർമലി ഒരു ഫ്ലാസ്ക് അത്യാവശ്യം വെള്ളവും ചായയൊക്കെ കൊള്ളാൻ പറ്റുന്ന ഒരു സംഭവം. നല്ല ഹൈറ്റൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ആ ഒരു കളറും ലുക്കൊക്കെ കണ്ടു കഴിഞ്ഞാലും കൊള്ളാം. ഇങ്ങനെ വെറുതെ ടേബിളിലൊക്കെ ഇങ്ങനെ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ വെറുതെ ഇങ്ങനെ ഷോക്കൊക്കെ വെക്കില്ലേ, അങ്ങനെയൊക്കെ വെക്കാനുള്ള ഒരു സംഭവം. യൂസ്ഫുള്ളാണ് നമുക്ക്. പിന്നെ എടുത്തു പറയേണ്ടത്, വലിയൊരു എന്താ പറയുക പുസ്തകം തന്നെ ഉണ്ടാകും, പല ഭാഷകളിൽ ഇതെങ്ങനെ ഉപയോഗിക്കണം, ഇതെങ്ങനെ കഴുകണം, അങ്ങനെയൊക്കെ. ഇതിന് മാത്രമല്ല എല്ലാത്തിനും ഉണ്ടായിരുന്നു. ക്ലോക്കിന് അങ്ങനെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ ഒതുക്കി കഴിഞ്ഞപ്പോൾ അതൊക്കെ ഇപ്പോൾ വേസ്റ്റിന് കൊടുത്തിട്ടുണ്ടാവണം. അവിടെ എന്തൊക്കെയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. വലിയ വലിയ പുസ്തകങ്ങൾ എല്ലാത്തിനും ഉണ്ടാകും, ചെറിയ പ്രൊഡക്റ്റ് തൊട്ട് വലിയ പ്രൊഡക്റ്റ് വരെ എല്ലാത്തിനും അതിനൊരു ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഇതാണ് ഒരു പ്രൊഡക്റ്റ്. ഓക്കെ. അപ്പോൾ അടുത്തത് ജഗ്, ഗ്ലാസിൻ്റെ ജാർ, പിന്നെ ഇത് മരത്തിൻ്റെ ഒരു ലിഡ്. ഓക്കെ, ഇങ്ങനെയാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത് ഇങ്ങനെ ഈ അടക്കപ്പൊടിയൊക്കെ പൊതി കളിയാക്കല്ല കേട്ടോ, അതിങ്ങനെ കൂട്ടി വെച്ച പോലെ. അപ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു, ഇത് വെള്ളം നിറഞ്ഞാൽ ഇങ്ങനെ അലുത്ത് പോവില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഇളകി പോരില്ല എന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു.
അങ്ങനെയൊന്നുമില്ല. ഇതിപ്പോൾ വാങ്ങിച്ചിട്ട് കുറേ നാളായി, നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആദ്യം ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇതിനകത്ത് വെള്ളം കയറി കഴിഞ്ഞിട്ട് ഒരു മഞ്ഞ കളർ വെള്ളം പോലെ ഇതിൻ്റെ കളർ തന്നെ ഇങ്ങനെ പോകാറുണ്ട്. വേറെ അത് ഉള്ളിലേക്ക് ഇറങ്ങാൻ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ കാണുന്ന ഇതൊന്നുമില്ല, വലിയ വെയിറ്റ് ഒന്നുമില്ല. നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന, എന്നും ഡെയിലി യൂസിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണ ഒരു സംഭവമാണ് കേട്ടോ. ഇത് നമ്മുടെ ടേബിളിനൊക്കെ എന്താ പറയുക, നല്ല ഭംഗി തരുന്ന ഒരു തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ടേബിൾ ഡെക്കോർ അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഇത് ഇതായിരിക്കും. പിന്നെ എനിക്ക് കുറച്ചുകൂടി നമ്മുടെ വീട്ടിൽ എല്ലാം കുറച്ചുകൂടി ഒന്ന് ഭംഗിയായിട്ടിരിക്കണം എന്നുള്ളൊരു കൂട്ടത്തിലായതുകൊണ്ട് ഇത് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. അപ്പോൾ ഇവിടെ ടേബിൾ ഡെക്കോർ, ടേബിൾ എന്നൊക്കെയുള്ള കുറേ നേരം പറയുന്നത്. അപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്ന വൈറ്റ് ടേബിളാണ് നമ്മുടെ ടേബിൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് ഇപ്പോൾ നമ്മൾ വെറുതെ ഫുഡ് കഴിക്കാനിരിക്കുകയാണെങ്കിൽ 4 പേർക്ക് ഇരിക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 സൈഡിൽ ഇപ്പോൾ 4 പ്ലേറ്റും ഒരു ഗ്ലാസ് അത്ര മാത്രമായിട്ടുള്ളത് 4 പേർക്ക്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടാണെന്നുണ്ടെങ്കിൽ 2 പേർക്ക് കഷ്ടിയിരിക്കാൻ പറ്റുന്നൊരു ടേബിൾ. അതല്ലാതെ നമുക്കിപ്പോൾ സ്റ്റഡി ടേബിളായിട്ട് യൂസ് ചെയ്യാം, പിന്നെ വർക്കിംഗ് ടേബിളായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് കൊണ്ടുവന്നപ്പോൾ തന്നെ ചെറിയ സ്ക്രാച്ചുകൾ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ മോന് സ്പൂണ് കയ്യിലുണ്ടായിരുന്നു. ഇങ്ങനെ അടിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടേക്ക് ഇങ്ങനെ നന്നായിട്ട് ഇതിൻ്റെ സംഭവമൊക്കെ പോയിട്ടുണ്ട്. ഇതിനകത്ത് വെള്ളം വീഴാൻ പാടില്ല, കാരണം ഇത് കാർഡ്ബോർഡ് ആ ഒരു ടൈപ്പാണ്. വെള്ളം വീണ് കഴിഞ്ഞാലും ചിലപ്പോൾ പെട്ടെന്ന് പൊന്തി വരാനുള്ള, അപ്പോൾ പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന ഒരു ടേബിളാണ്. പിന്നെ അതിൻ്റെ കൂടെ അല്ല, സെപ്പറേറ്റ് ആയിട്ട് 2 കസേരകളുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് സൈഡിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഫുള്ള് എന്താ പറയുക, ഫിറ്റ് ചെയ്യുന്ന സംഭവമാണ്. അതായത് ഇതിങ്ങനെ തന്നെ അല്ല, എല്ലാം അഴിച്ചുപണിയാണ്. കസേരയാണെങ്കിലും അതും പ്ലാസ്റ്റിക് ആ ഒരു ഫൈബർ ആ ഒരു മോഡലാണ്. അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് കാണിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അടുത്തൊരു പ്രൊഡക്റ്റ് ഇതുപോലൊരു ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറാണ്. ഇത് 3 എണ്ണം ഉണ്ട്. അപ്പോൾ ഇതിന് ചെറിയൊരു സങ്കടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു വലുതാണ് പ്രതീക്ഷിച്ചത്, പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ ചെറുതായി പോയി. അപ്പോൾ ബാക്കി 2 എണ്ണം എവിടെയെന്ന് വെച്ചാൽ ഞാൻ ബട്ടറും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചേക്കാണ്. അങ്ങനെ അതൊക്കെ ഇട്ട് വെക്കാനായിട്ട് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. ഇത് ഗ്ലാസ് ആണ് കേട്ടോ. പിന്നെ ഇതും നല്ല ക്വാളിറ്റി ഉള്ളൊരു സംഭവമാണ്. നല്ല ടൈറ്റ് ആയിട്ട് എന്ത് വെച്ചാലും ഉറുമ്പിനൊന്നും കയറാൻ പറ്റാൻ നല്ല ടൈറ്റ് ആയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ അടുക്കളയിലൊക്കെ പറ്റുന്ന സംഭവമാണ്. ഞാൻ ഇടയ്ക്ക് കേക്കൊക്കെ വെച്ച് നോക്കിയായിരുന്നു. അതൊക്കെ നല്ല ടൈറ്റായിട്ട് കുറേ ദിവസം ഇരുന്നു, കംപ്ലൈൻ്റ് ഒന്നും ആയില്ല. പ്ലം കേക്കാണ്, ക്രീം കേക്കല്ല, അതുകൂടി പറയാണ്. അപ്പോൾ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ചെറുതാണെങ്കിലും നല്ല വെയിറ്റ് ഉള്ളൊരു സംഭവമാണ്. ഇവിടെ 180 ml എന്നൊക്കെ അളവൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെയുള്ളതൊക്കെ നോക്കിയിട്ട് അങ്ങനെയൊക്കെ വാങ്ങിക്കാം. അപ്പോൾ ഇതൊരു കുഞ്ഞത്. ഓക്കെ. ഇനി അടുത്തത് ഇത് ലിൻഡ് റോളറാണ്. നമുക്ക് ഈ ഡ്രസ്സിലൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഇതാണ്. അതൊക്കെ ഇങ്ങനെ വടിച്ചെടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഇത് വരുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ പൊങ്ങി നിൽക്കുന്ന കുറച്ച് നൂലുകളൊക്കെ വരുന്നുണ്ട്. പുതിയ ഡ്രസ്സിലൊക്കെ നമുക്ക് ഇതാക്കാം. ഞാനിത് കൂടുതലായിട്ട് വാങ്ങിച്ച് നമുക്ക് ബെഡ്ഷീറ്റിലൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ കൊച്ചിൻ്റെത് ചെറുതിങ്ങനെ പൊന്തിയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഇതാക്കാവുന്നതാണ്. പക്ഷെ അതൊന്നും വരുന്നൊന്നുമില്ല. ഇപ്പോൾ പുതിയ ഡ്രസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വരുന്ന നൂല് കാര്യങ്ങളൊക്കെ, അല്ലാണ്ട് ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ യൂസ് ഇല്ല. പിന്നെ ഇത് കാണിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ റീഫിൽ ചെയ്യാനുള്ളൊരു സംഭവമുണ്ട്. ഇതിൻ്റെ കൂടെ അല്ല, നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കേണ്ടതാണ്. ഇത് യൂസ് ചെയ്തിട്ടൊന്നുമില്ല, കാരണം ഇതുകൊണ്ട് ഉപകാരം ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഇത് യൂസ് ചെയ്തിട്ടില്ല. ഇത് അത്ര എന്താ പറയുക എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയില്ല. ഇനിയിപ്പോൾ നമുക്ക് അതെന്താ പറയുക, ഞാൻ കൂടെ നോക്കിയെന്നല്ല, അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. കണ്ടോ, അത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വലിയ ഇതൊന്നും ഇല്ല അതിനകത്ത്. പിന്നെ ഇത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ, അതായത് പൊളിച്ച് കളയാൻ പറ്റും. കാണിച്ചില്ല ഉണ്ടോ. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് മൊത്തം നൂലായതിൻ്റെ പേരിൽ നമുക്കത് മാറ്റിയിട്ട് പുതിയത് യൂസ് ചെയ്യാം. അങ്ങനെയാണ്. ഇത് തീർന്നു കഴിയുമ്പോൾ ഇതിനകത്തുണ്ടല്ലോ
അത് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെയാണ് ഇത്. ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് നോക്കി കഴിഞ്ഞപ്പോൾ ഇതുപോലെ ആണ് കിട്ടിയത്. അപ്പോൾ ഇതാണ് ഈ 2 പ്രോഡക്റ്റ്. രണ്ട് സെപ്പറേറ്റ് ആണ്, ഒരുമിച്ച് അല്ല വാങ്ങിച്ചത് രണ്ടും. ഇത് വാങ്ങുമ്പോൾ ഇത് വാങ്ങണം എന്നുള്ളത് കൊണ്ട് മാത്രം വാങ്ങിച്ചതാണ്. ഇനി അടുത്തത് ഇത് ഗാർലിക്, നമുക്ക് ഗാർലിക് പ്രസ്സർ അതാണ് പേര്. ഇതിനകത്ത് നമ്മൾ ഇപ്പോൾ ഗാർലിക് വെളുത്തുള്ളി നമുക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ വെച്ച് നന്നായി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നൈസായിട്ട് ഇങ്ങനെ കിട്ടും, ചതച്ച പോലെ നമുക്കിങ്ങനെ കിട്ടും. ഇഞ്ചി ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയായിരുന്നു, ആദ്യം സക്സസ്ഫുള്ളായി, പിന്നെ അത് വരുന്നില്ല. അതിന് ചാറ് പിഴിഞ്ഞെടുക്കാൻ പറ്റും, അതിന് പറ്റുന്നുണ്ട്, അല്ലാണ്ട് നമുക്കിപ്പോൾ ഈ ഗാർലിക് വരുന്ന പോലെ വരുന്നില്ല. അപ്പോൾ അതാണ്. അപ്പോൾ പിന്നെ ഇത് കഴുകാനൊക്കെ എളുപ്പമാണ്. ഇത് എടുത്ത് ഇത് കഴുകി വെക്കാം, മൊത്തത്തിൽ കഴുകി വെക്കാം. പിന്നെ ഇതിന് ക്വാളിറ്റി പറയുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയാണ്, നല്ല എന്താ പറയുക ഫിനിഷിങ് ഉള്ളൊരു പ്രൊഡക്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, അത് കാണാൻ നല്ലൊരു ലുക്കും ഗ്ലാമറൊക്കെ ഉള്ളൊരു സംഭവമാണ്. പിന്നെ ഇത് യൂസ് ചെയ്യാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഈസി ആയിട്ട് നമുക്കത് ചെയ്യാവുന്നതാണ്. വലിയ എന്താ പറയുക അതിന് പിടുത്തോ അങ്ങനത്തെ സംഭവമൊന്നുമില്ല, എളുപ്പമായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു പ്രൊഡക്റ്റാണ് ഒരു ടേബിൾ ലാമ്പ്. ഇത് കാണുന്നത് നല്ല എന്താ പറയുക ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഞാൻ ഇതേപോലെ വീഡിയോസിലൊക്കെ ഞാനിങ്ങനെ കോർണറിലായിട്ട് വെക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ കാര്യം പറയുന്നത്, ഇതിൻ്റെ ലൈറ്റ് ഇങ്ങനത്തെ ആണ് ഞങ്ങൾ വാങ്ങിച്ചത്. ഇതിൻ്റെ ലൈറ്റ് നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം ഹോൾഡർ സൈസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇവിടെ നിന്ന് വാങ്ങിച്ചാൽ മതി. കാരണം ഇതിന് വേണ്ടിയിട്ട് ഓർഡർ കൊടുത്തായിരുന്നു, പക്ഷെ അത് മാറിപ്പോയി. അപ്പോൾ നോർമലായിട്ടുള്ള, അതായത് ഇതിൻ്റെ അല്ലാത്ത വേറൊരു ബൾബാണ് വന്നത്. അപ്പോൾ അതൊരു പ്രൊഡക്റ്റാണ്, അത് സാധാരണ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഒരു ബൾബ് അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ എന്താ ഇതിൻ്റെ ലുക്കൊക്കെ കണ്ടിട്ട് വാങ്ങിച്ചതാണ്. എനിക്കിത് യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രാത്രിയൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് വായിക്കാനും പിന്നെ ഫോട്ടോസ് എടുക്കാനും ഭയങ്കര ഉപയോഗമാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം. പ്രൈസും ആഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലൊരു ഇതാണ്. പക്ഷേ ലൈറ്റ് എന്ന് പറയുമ്പോൾ അധികം നമുക്ക് കണ്ടോ അധികം പറ്റാത്തൊരു ലൈറ്റാണ്. വേറെ വാങ്ങിച്ചു തരണം എന്തായാലും, അങ്ങനത്തെ ഒരു ഇത്. ഓക്കെ അല്ലേ? പിന്നെ ഞാൻ വാങ്ങിച്ചത് ഇതുപോലെ 2 എണ്ണമാണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മെല്ലിന് വേണ്ടി, അതായത് നമുക്ക് ഡ്രസ്സിൻ്റെ കൂടെ ഇപ്പോൾ അലമാര അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബാസ്ക്കറ്റിലൊക്കെ ആണെങ്കിൽ ഇത് നമ്മൾ അതിനകത്ത് ഇറക്കി വെച്ചാൽ ഇതിൻ്റെ സ്മെല്ല് അതിനകത്ത് വരുന്നതാണ്. ഇത് മൊത്തം കവർ ചെയ്തിട്ടാണ് വന്നത്. പക്ഷെ ഇതിന് ഒരു രാമച്ചത്തിൻ്റെയൊക്കെ ഒരു സ്മെല്ല് പോലെയൊക്കെ ആയിരുന്നു. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. അത് ഡ്രസ്സിൻ്റെ കൂടെ വെക്കുക എന്നുള്ള അതാണ് ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ. എന്നെ വെച്ചൊന്നും നോക്കിയൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഇതത്ര വലിയ എന്താ പറയുക ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാനിത് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയില്ല. ഇപ്പോൾ സ്മെല്ല് ചെറുതായിട്ട് പിന്നെ ഒരു സ്മെല്ലുണ്ട്, അതല്ലാണ്ട് ഇത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാലും ഒരു ആവശ്യമില്ലാണ്ട് വാങ്ങിച്ചത്. എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് വാങ്ങിച്ച് നോക്കിയതാണ് ഈ സംഭവം. പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻറ്റഡ് ക്യാൻഡിലാണ്. 30 എണ്ണത്തിൻ്റെ പാക്കാണ്. ഇങ്ങനെ ചെറിയ ചെറുതായിട്ട് കുറച്ചൊക്കെ യൂസ് ചെയ്തു. നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. നമുക്ക് ഇപ്പോൾ എന്താ പറയുക ചെറിയ ചെറിയ എന്തെങ്കിലും ഫോട്ടോ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം. അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ ഒരു ചെറിയൊരു സംഭവമാണ്. പിന്നെ ഒരെണ്ണം നമ്മുടെ നമുക്കിപ്പോൾ അടുക്കളയിലേക്ക് ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച 2 ഹോൾഡറും പിന്നെ ഒരു 4-5 ഹുക്ക് അങ്ങനെ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ്. ചെറിയൊരു കുഞ്ഞ് സ്റ്റാൻഡാണ്. അതിൻ്റെ ഫോട്ടോയും വീഡിയോ ഞാൻ അത് ഓൾറെഡി അവിടെ ഫിറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് അത് ഊരിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതിപ്പോൾ ഇവിടെ കാണിക്കാത്തത്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 വലിയൊരു ഹോൾഡറാണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വലിയ കയ്യിൽ നമുക്ക് ഹാൻഡ് വിസ്ക് അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ ഇപ്പോൾ ഞാൻ ഈ ഒരു സാധനം അതിനകത്താണ്. പിന്നെ കുഞ്ഞു കുഞ്ഞു കയ്യിലുകൾ അങ്ങനെയൊക്കെ ഇടാം. പിന്നെ അതിൻ്റെ ഹുക്സിൽ നമുക്കിപ്പോൾ അരിപ്പ അങ്ങനെയുള്ളതൊക്കെ ഹാങ് ചെയ്തിടാൻ പറ്റുന്ന സംഭവങ്ങൾ. ഇപ്പോൾ വിസ്ക് ഹാങ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ കുറച്ചുകൂടി വലിയ ഒരു പിന്നായതുകൊണ്ട് നമുക്കത് തൂക്കിയിടാൻ പറ്റുന്നില്ല. അപ്പോൾ കുറച്ചുകൂടി വലിയ ഇപ്പോൾ ഈ ഒരു ടൈപ്പ് ഇത്രയൊക്കെ വലുതാണ് എന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ
ഹാങ് ചെയ്ത് ഇടാൻ പറ്റും. അങ്ങനെയുള്ള ഒരു 4-5 ഹുക്സും ഉണ്ട്. അങ്ങനെ ഒരു പാറ്റേണിലാണ് വരുന്നത്. ഫോട്ടോയിൽ ഞങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു, പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വിചാരിക്കുന്നു. പ്രൊഡക്റ്റിൻ്റെ പേര് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. കാരണം ഓരോ കോഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊക്കെയാണ്. പിന്നെ നോർമലി നമ്മൾ പറയുന്ന പേരൊന്നും അല്ല, വേറെ വ്യത്യാസമുണ്ട്. അതിൻ്റെ വെബ്സൈറ്റിൽ ഐക്കിയുടെ വെബ്സൈറ്റിൽ കയറിയാൽ തന്നെ നമുക്ക് കാണാനൊക്കെ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും നമ്മുടെ വീഡിയോ കിട്ടണമെന്നുണ്ടെങ്കിൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.